പശ്ചിമബംഗാളിലെ ബാരൂയിപ്പൂരിൽ 11 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി പ്രഭാഷ് മണ്ഡലിനെ പോലീസ് വെടിവെച്ചു കൊന്നു. ചൊവ്വാഴ്ച പുലർച്ചെ തെളിവെടുപ്പിനായി കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് എത്തിച്ചപ്പോഴാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. പോലീസിന്റെ കൈവശം നിന്നും തോക്ക് തട്ടിപ്പറിച്ച് വെടിവെച്ചോടാൻ ശ്രമിച്ച പ്രതിയെ പ്രതിരോധത്തിന്റെ ഭാഗമായി പോലീസ് തിരികെ വെടിവെക്കുകയായിരുന്നു. പോലീസ് സംഘം പുലർച്ചെ 12:45 പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സൂര്യപൂർ ഹാട്ട് പ്രദേശത്ത് പ്രതിയുമായി തെളിവെടുപ്പിന് എത്തി. എന്നാൽ നടപടികൾ ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപ് പ്രഭാഷ് മണ്ഡൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സർവീസ് റിവോൾവർ തട്ടിയെടുക്കുകയും പോലീസ് സംഘത്തിന് നേരെ ഒരു റൗണ്ട് വെടിയുതിർത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ പ്രത്യാക്രമണത്തിൽ പ്രതിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇയാളെ ഉടൻ തന്നെ ബാരൂയിപ്പൂർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു. ഇക്കഴിഞ്ഞ ജൂലൈ 4-നാണ് ദാരുണമായ സംഭവം അരങ്ങേറിയത്. 11 വയസ്സുള്ള പെൺകുട്ടിയെ കാണാതാവുകയും പിന്നീട് തെരച്ചിലിൽ മൃതദേഹം തൊട്ടടുത്ത ദിവസം ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള ജനരോഷവും അക്രമ സംഭവങ്ങളും പ്രദേശത്ത് പൊട്ടിപ്പുറപ്പെട്ടു. സംഭവത്തിൽ കൊലപാതകം, കൂട്ടബലാത്സംഗം, പോക്സോ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേസിൽ ഇതുവരെ 3 പേരെ അറസ്റ്റ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 6-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.